ആ പ്രാർത്ഥന എൻ്റെ ദൈവത്തിൻ്റെ വെറുപ്പ്. ഇന്നത്തെ വചനം എന്തെങ്കിലും ഒരു പ്രസംഗം പ്രസംഗിക്കുന്നതിനെക്കാട്ടിലും വാട്ട് ഡസ് ദ ലോർഡ് വാണ്ട് us ടു ഹിയർ, കർത്താവ് നമ്മൾ എന്ത് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും പറയുന്നു, വി ഹിയർ എ ലോട്ട് ഓഫ് സെർമൻസ് ബട്ട് വെയർ ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. ഒത്തിരി പ്രസംഗങ്ങൾ, സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുന്നു, പക്ഷേ ദൈവത്തിൻ്റെ ശബ്ദം എവിടെ? യൂട്യൂബ് എടുത്താൽ ഇഷ്ടം പോലെ പ്രസംഗം, പള്ളികളിലെല്ലാം ഞായറാഴ്ച പ്രസംഗമുണ്ട്. പക്ഷേ ദൈവം എന്നോട് എന്ത് സംസാരിക്കുന്നു, അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. വാട്ട് ഈസ് ദ ലോർഡ് ടോക്കിംഗ് ടു മീ? എന്നോട് ദൈവം എന്ത് സംസാരിക്കുന്നു, അല്ലേ? ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതിൻ്റെ അർത്ഥം ആത്മാവ് നിരന്തരം സഭയോട് സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷെ പ്രശ്നം നമ്മൾ കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് നമുക്ക് ആ ഒരു 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 ഒരുക്കത്തോടെ ദൈവസന്നിധിയിലായിരിക്കും. കർത്താവെ എന്നോട് സംസാരിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, God knows my weakness in prayer life more than the closest of my prayer partners. നമ്മൾ ഈ പറഞ്ഞൊരു വാക്കുണ്ട്, പ്രെയർ പാർട്ട്നേഴ്സ്. അതിൽ വേറൊരു വാക്ക് പ്രാർത്ഥനാ പങ്കാളികൾ. എനിക്കൊരു പ്രാർത്ഥനാ പങ്കാളി, ഞാൻ എന്ത് വിഷയമുണ്ട് ഞാൻ ആ പ്രാർത്ഥനാ പങ്കാളിയായിട്ടിരുന്നു ഞങ്ങൾ കൈപിടിച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചാലോ, അയ്യോ, അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ബലഹീനത എൻ്റെ അടുത്ത പ്രാർത്ഥനാ പങ്കാളിക്ക് പോലും അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. എത്ര പേർക്കത് മനസ്സിലായെന്ന് അറിയത്തില്ല. മൈ വീക്ക്നെസ് ഇൻ പ്രെയർ, പ്രാർത്ഥനയിൽ എൻ്റെ ബലഹീനത, എൻ്റെ അർത്ഥം പ്രാർത്ഥനാരാഹിത്യം, അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ, സിമ്പിൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മൈ പ്രെയർലെസ്നെസ്. എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലാത്ത അവസ്ഥ, അത് ആരെക്കാട്ടിലും എൻ്റെ ദൈവം അറിയുന്നു എന്നുള്ള ഓർക്കണം. പക്ഷേ എൻ്റെ എല്ലാ ഡിവോഷണൽ എക്സസൈസിനെക്കാട്ടിലും ദിസ് ഈസ് വറിസം. ഇത് ശങ്കയ്ക്ക് ഇടയാക്കേണ്ടുന്നൊരു കാര്യമാണ്. എന്താണ്? ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ, ഞാൻ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും, ഞാൻ ശുശ്രൂഷിക്കുന്നുണ്ടായിരിക്കും, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ ഇഫ് ഐ എം നോട്ട് പ്രേയിങ്, ആ ഒരവസ്ഥ ഒരു ശങ്കിക്കപ്പെടേണ്ട അവസ്ഥയാണ്, അല്ലെങ്കിൽ ഇത് വറിസമാണ്. അത് അത്ര സീരിയസ് ആയിട്ട് നമ്മളത് എടുക്കേണ്ട വിഷയം തന്നെയാണ്. ഇവിടെയാണ് നമുക്കൊന്നിട്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യം, എഫീഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 18. എഫേസ്യർ 6:18. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും. അപ്പം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാം, പക്ഷേ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു പദം എടുത്തിരിക്കുന്നത് ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് നോക്കിയാൽ അറിയാം, പ്രേ ഇൻ ദ സ്പിരിറ്റ്. ആ സ്പിരിറ്റ് എന്നുള്ളത് വലിയ ക്യാപിറ്റൽ ലെറ്ററാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിൽ എപ്പോഴും പ്രാർത്ഥിക്കണം. അപ്പം പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിനെ ഉൾപ്പെടുത്തി എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ആ ഒരു പോയിൻ്റാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അടുത്തത്, ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കും. ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം? സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലേ? വിശേഷാൽ എല്ലാവർക്കും എന്നാണ് വേറെടുത്ത് പൗലോസ് പറഞ്ഞു. ഇവിടെ സകല വിശുദ്ധന്മാർക്കും വേണ്ടി, എല്ലാ ദൈവമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവവേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രിയപ്പെട്ടവരെ. അപ്പം അവിടെ ഒരു കാര്യം ഓർക്കണം, അവിടെ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ എന്നുള്ളതല്ല ഇപ്പം ഞാൻ പറയാൻ വന്ന പോയത്, ആത്മാവിൽ പ്രാർത്ഥിപ്പീൻ എന്നുള്ള ആ ഒരു പോയിന്റ് മാത്രം പറയാൻ ഞാൻ ആ വാക്യം വായിപ്പിച്ചത്. രണ്ടാമതൊരു വാക്യം വായിക്കാം, യൂദായുടെ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം, ജൂഡ് ചാപ്റ്റർ 1 വേഴ്സ് 20. ആരോ പറയുന്നത് കേട്ടു, അയാൾ പോയി ഇല്ല കെട്ടിഞ്ഞാന്ന് ചാവുന്നതിന് മുമ്പ് ഒരു അധ്യായം എഴുതി വെച്ചിട്ടാ ചത്തതെന്ന്. ഇതങ്ങേരല്ല കേട്ടോ, ഇത് വേറെയാണ്, അല്ലേ? ഇസ്കരിയോത്ത യൂദ അല്ല ഇത്. ഇതൊക്കെ നിങ്ങൾ ഓർമ്മ ചിരിക്കണ്ട, കാരണം പുതുതായിട്ട് വരുന്ന പലർക്കും ഇതൊന്നും അറിയത്തില്ല. ഈ യേശുവിനെ ഒറ്റിക്കൊടുത്തൊരു യൂദ ഉണ്ടാകുന്ന അയാൾ പോയി തൂങ്ങിച്ചത്തൊന്നും അറിയാം. ഇതുകൊണ്ട് ഇയാളൊരു പുസ്തകം എഴുതി വെച്ചിട്ട് പോയിരിക്കുന്നു. ഇത് ആ പാർട്ടി അല്ല, ഇത് വേറെയാണ്. ഓക്കെ, അത് ഒരു അധ്യായമേ എഴുതിയുള്ളൂ. അതിൻ്റെ 20-ാം വാക്യം, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തണം. ആത്മീയ വർധന നമുക്ക് ആവശ്യമാണ്. എത്ര പേര് വിശ്വസിക്കുന്നു?
ഐ നീഡ് ടു ബി എഡിഫൈഡ് ഇൻ മൈ സ്പിരിറ്റ്, അല്ലേ? എൻ്റെ സ്പിരിച്വൽ ലൈഫിൽ ഒരു എഡിഫിക്കേഷൻ എനിക്ക് ആവശ്യമാണ്. അതിന് എനിക്ക് തന്നെ ആത്മീയ വർധന വരുത്താനുള്ളൊരു മെക്കാനിസം ഉണ്ട്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. അതിൻ്റെ അർത്ഥം ഞാൻ എത്രയും അന്യഭാഷയിൽ ഞാൻ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് ആത്മീയ വർധന വരുത്തുന്നു. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, ഞാൻ എത്ര ഉറക്കം അന്യഭാഷ പറഞ്ഞാൽ വേറൊരാൾക്കും ഒരു ആത്മീയവർദ്ധനയും വരുന്നില്ല. അതും കൂടെ ഓർത്തോണം, അല്ലേ? പലർക്കുള്ള പ്രശ്നം അങ്ങ് ഒത്തിരി സെൽഫിഷ് ആവുന്നു. കൂട്ടത്തിൽ വരുമ്പോഴേ ഉള്ളൂ ഈ അന്യഭാഷ. അല്ല, ഒറ്റയ്ക്കിരിക്കുമ്പോൾ എത്ര വേണേലും അന്യഭാഷയെ പ്രാർത്ഥിക്കുക, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക, അല്ലേ? അത് എത്രത്തോളം ഇറ്റ് വിൽ എഡിഫൈ അവർ സെൽസ്. അതേസമയത്ത് പ്രവചിച്ചാൽ അത് സഭയുടെ ആത്മീയവർദ്ധനയ്ക്ക് ഉതകുന്നു എന്നുണ്ട്. പക്ഷേ ഇന്ന് ആർക്കും പ്രവചിക്കാൻ വയ്യ. അത് കൂലി കൊടുത്ത് വേണേൽ ഒരു പ്രവാചനം നമ്മൾ കൊണ്ടുവരും. പക്ഷേ ഞാൻ അന്യഭാഷ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അല്ല, അന്യഭാഷ പറയണം, പക്ഷേ പ്രവചനപരവും വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പീൻ അപ്പോസ്തലൻ പറയുന്നത്. അതിൻ്റെ അർത്ഥം സഭയിൽ വെച്ചിരിക്കുന്ന വരങ്ങളാണ് ഇതൊക്കെ, പ്രവചനപരമൊക്കെ, അല്ലേ? ആ സഭയിലുള്ളവരെല്ലാം വരങ്ങൾ വാഞ്ചിക്കുകയും ആ വരങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്യണം, പ്രിയപ്പെട്ടവരെ. ഓക്കെ, അപ്പം ആത്മീയവർദ്ധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. ആൻഡ് പ്രേ ഇൻ ദ സ്പിരിറ്റ് എന്നാണ് അവിടെ. അതും വലിയ സ്ഥാണെന്ന് ഓർക്കണം. അങ്ങനെയാണോ? വലിയ സ്ഥാനമല്ലല്ലേ? ഇംഗ്ലീഷ് ബൈബിളുള്ള സായിപ്പന്മാരൊക്കെ രാവിലെ വന്നിട്ട് പോയല്ലേ? ഓക്കെ, ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി പറയുക. അപ്പോൾ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. ഇനി റോമാലേഖനം 8-ാം അധ്യായം 26-ാം വാക്യം. റോമൻസ് 8:26. റോമാലേഖനം 8-ാം അധ്യായം 26-ാം വാക്യം. യൗവണ്ണം തന്നെ. ബൈബിളിൽ ഈ യൗവണ്ണം തന്നെ എന്നൊക്കെ പറയുമ്പം ഇൻ ദ സെയിം മാനർ എന്ന് പറഞ്ഞാൽ അതിനും പുറത്തുള്ള വാക്യം കൂടെ വായിക്കണം, എങ്കിലേ അത് കണക്റ്റായി വരത്തുള്ളൂ. ശരി, സമയക്കുറവുകൊണ്ട് നമ്മൾ ഓടിച്ചു പോകാം. യൗവണ്ണം തന്നെ. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക്, ആത്മാവ് നമ്മുടെ വീക്ക്നെസ്, ബലഹീനതയ്ക്ക് എന്ത് ചെയ്യുന്നു? തുണ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ബലഹീനതയ്ക്ക് ലൈസൻസ് തരികയോ ബലഹീനതയ്ക്ക് കൂട്ട് നിൽക്കുകയോ ചെയ്യുന്നതല്ല. തുണ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഹി ഹെൽപ്സ് ഇൻ മൈ വീക്ക്നെസ്സസ് എന്നാണ്. എന്നെ സഹായിക്കുന്നു. എന്തിന്? ആ ബലഹീനതയിൽ തുടരാനല്ല എന്നെ സഹായിക്കുന്നത്, ആ ബലഹീനതയിൽ ഈ പറഞ്ഞ പോലെ പിടിച്ചു നിന്ന് അതിൽ നിന്ന് കയറി പുറത്ത് വരാൻ. ഇന്ന് ഒത്തിരി പേര് ഈ പറഞ്ഞ പോലെ ഈ ബലഹീനതയിൽ വീണ് കിടക്കുക. എന്ത് പറഞ്ഞാലും എൻ്റെ അവസ്ഥ അറിഞ്ഞൂടെ ബ്രദറെ? എടാ, എത്ര നാൾ ഈ അവസ്ഥ ഇങ്ങനെ പറഞ്ഞിട്ട് കിടക്കും? എത്ര നാൾ ഇങ്ങനെ ഈ സെൽഫ് സിമ്പതി എന്ന് പറയും, അല്ലേ? സ്വയ സഹതാപത്തിൽ നമ്മളിങ്ങനെ ജീവിക്കും, പ്രിയപ്പെട്ടവർ. ഇവിടെ പറയുന്ന ആത്മാവ് എൻ്റെ ആ ബലഹീനതയിൽ എന്നെ സഹായിക്കുവാനായിട്ടുണ്ട്. അടുത്തത്, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. ശരി, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് അറിയുന്നവരൊന്ന് കൈപൊക്കിക്കേ. ഉണ്ട്, ആരും കൈപോക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ആ പറയുന്നത് ശരിയാ. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. അത് സമ്മതിക്കണം, എനിക്കറിയത്തില്ല. അടുത്തത്, ആത്മാവ് തന്നെ ഉച്ചരിച്ചു. പക്ഷേ ആത്മാവ് തന്നെ, ഈ സ്പിരിറ്റ് ഹിംസെൽഫ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ cannot be uttered. ഇറ്റ് ഈസ് അതിനെഴുതിയിരിക്കുന്ന ഗ്രോണിങ്സ് എന്നാണ്. ഗ്രോണിങ്സ്, ഗ്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഞരങ്ങുക. അപ്പോൾ ഈ ഉച്ചാരണം ഇല്ല. എൻ്റെ അർത്ഥം ശബ്ദം പുറത്ത് വരത്തില്ല, പക്ഷേ അകത്തിരുന്നുകൊണ്ട് ഞരങ്ങുക. എൻ്റെ ഉള്ളിരുന്നുകൊണ്ട് ഞരങ്ങിക്കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആരാ ഇത്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ ദൈവം എൻ്റെ അകത്താക്കി തന്നിരിക്കുക. എന്നിട്ട് ഈ പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്? ഞരങ്ങിക്കൊണ്ടടി ഞരങ്ങി ഞങ്ങളിൻ പേർക്കായി ഇരന്നിടുന്നവനെ, ഞരങ്ങി ഞങ്ങളിൻ പേർക്കായി ഇരന്നിടുന്നവനെ. അടുത്ത അറിയത്തില്ല. ശരിയായി പ്രാർത്ഥന ചെയ്തിടാൻ കൃപയത്വം നൽകുക എന്നുള്ളത് അതിൻ്റെ ഇതാണ്, കോറസാണ്. പക്ഷെ ഞാൻ പറയുന്നത് പഴയ ഭക്തന്മാരൊക്കെ ഇത് നല്ലോണം മനസ്സിലാക്കി. എന്നിട്ട് പറയാ, എൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് പക്ഷപാതം ചെയ്യണേ, അല്ലേ? അങ്ങനെ പക്ഷപാതം ചെയ്യുന്നൊരു പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നതെന്നുള്ള ഓർക്കണം, പ്രിയപ്പെട്ടവരെ. എനിക്ക് ശരിയായിട്ട് എന്താ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. ചില സന്ദർഭങ്ങളിൽ എന്ത് പ്രാർത്ഥിക്കണമെന്നേ അറിയത്തില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ കുവൈറ്റുള്ള ഷെയർ ബ്രദർ ഒരിക്കൽ ഒരു സാക്ഷ്യം പണ്ട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അവർ ടാൻസാനിയയിലായിരുന്നു. അപ്പോൾ അവർ മലയാളീസ് എല്ലാം കൂടെ ഒരുമിച്ച് കൂടെ കൂടുമല്ലോ. ചിലപ്പം ചില ഫെലോഷിപ്പോ പിന്നെ വേറെ ചിലർ വെള്ളമടിക്കാനൊക്കെ കൂടും. അങ്ങനെ കൂട്ടത്തിൽ ഇവരൊരു പ്രെയർ ഫെലോഷിപ്പായിരുന്നു. ഇവരിങ്ങനെ എല്ലാവരും കൂടെ കാറൊക്കെ വെളിയിട്ടേച്ച് ഒരു വീട്ടിൽ കൂടി ഇങ്ങനെ ഒരു ഫെലോഷിപ്പ്, അത് കഴിഞ്ഞ് ഭക്ഷണവും ഒക്കെ ആയിരുന്നു.
അപ്പം ആരാണ്ട് പുള്ളിയുടെ മോന് ഒരു കൊച്ചു കുഞ്ഞായിരുന്നു. അപ്പം ആരാണ്ട് വന്നൊരു ഫാമിലി ഫ്രണ്ട് ഈ കുഞ്ഞിനെ എടുത്ത് ഒറ്റ പൊക്കിങ്ങനെ പൊക്കിയപ്പോൾ ഫാനിൽ തട്ടി. കുഞ്ഞിൻ്റെ എവിടെ കൊണ്ടെന്നറിയത്തില്ല, കുഞ്ഞൊറ്റ നിലവിളി. എവിടെയാണ് ഈ ഫാനിൻ്റെ ഭാഗം കൊണ്ടത്, എവിടെ മുറിഞ്ഞു പോയത്, എന്താണ്, മൂക്ക് പോയോ, ചെത്തിപ്പോയോ, കാത് പോയോ, കൈ പോയോ, വിരൽ പോയോ, എന്താണെന്നറിയത്തില്ല. കുഞ്ഞൊരു നിലവിളി, എല്ലാവരും കൂടി നിലവിളി. പെട്ടെന്ന് ഷെർബർ ആ മുറിയിൽ കയറി ഈ രംഗം ഇങ്ങനെ കണ്ടു. ഇങ്ങനെ എന്തിലും ഒന്ന് തട്ടി നിലവിളിയും കേട്ടു, എല്ലാം കൂട്ടക്കരച്ചിലായി. പെട്ടെന്ന് ഷെർബർ പറയായിരുന്നു, ഒരു നിമിഷം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ലോർഡ് എന്ത് നിലവിളിക്കണം, കുഞ്ഞിനെ പോയി എടുത്തിട്ട് എങ്ങോട്ട് ഓടണം, എന്ത് ചെയ്യണം അറിയത്തില്ല. പെട്ടെന്ന് താനത് രക്ഷിക്കപ്പെടുക മാത്രമല്ല, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് താനെന്നൊരു അവിടെ ഒരു ഡാറുസലം പെറ്റക്കോസ്റ്റൽ ചർച്ച് എന്നൊരു ചർച്ചിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കാലം. പെട്ടെന്ന് പുള്ളി അഭിഷേകം പ്രാപിച്ച കാലമാണ്, ആത്മസ്നാനം പ്രാപിച്ച കാലമാണ്. തൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മ പെട്ടെന്ന് പറഞ്ഞു, അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. പുള്ളി ഉറക്കെ അന്യഭാഷകളിലങ്ങ് പ്രാർത്ഥിക്കാനങ്ങ് തുടങ്ങി. അപ്പോൾ ആൾക്കാരൊക്കെ നോക്കി, ഇവനെന്തോ പറ്റി, കുഞ്ഞ് കണ്ട് ഫാനിൽ തട്ടി എന്തോ പറ്റിയോന്നോ, കുഞ്ഞിനെ ചെന്നെടുത്ത് നോക്ക്. പക്ഷെ പുള്ളി കുഞ്ഞിനെ പോയി എടുക്കുന്നതിന് മുമ്പ് പുള്ളി ഉറക്കെ അന്യഭാഷയിൽ അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ അന്യഭാഷ പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞിനെ അവസാനം കയ്യിലെടുത്ത് നോക്കുമ്പോൾ കുഞ്ഞിനൊന്നും പറ്റിയില്ല. കുഞ്ഞിനെ ദൈവം കാത്തു. അതിൻ്റെ അർത്ഥം ആ സമയത്ത് കുഞ്ഞിനൊരു അപകടം വന്നപ്പോൾ എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് തീരുമാനം എടുക്കണം എന്നറിയാതിരുന്ന സമയത്ത് എന്ത് ചെയ്തു, തൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് ഞരങ്ങിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചു. പക്ഷേ ആ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ച ഞരക്കം താൻ അന്യഭാഷകളങ്ങ് പ്രാർത്ഥിച്ചു. പക്ഷേ ആ പ്രാർത്ഥന ശരിയായ പ്രാർത്ഥനയാണ്. കുഞ്ഞിന് ഒന്നും വരാതെ ദൈവം കാത്തു. അന്ന് ഷിർവർ ഒരു പാഠം പഠിച്ചു. ചിലപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോഴേ എന്ത് ചെയ്യണം, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ. That's what I want to encourage each one of you. Receive the Holy Spirit, okay? Get the baptism in the Holy Spirit so that sometimes you may not know what to pray, how to pray, but the Spirit will pray the right prayer inside of you. നമ്മുടെ ഉള്ളിലിരുന്നുകൊണ്ട് ശരിയായ പ്രാർത്ഥന പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കും, അല്ലേ? ശരി, അവിടെ നോക്കിയേ. അപ്പം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതിൻ്റെ അടുത്ത വാക്യം 27-ാം വാക്യം, എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി, എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം. അവിടെ ഒരു പദം ശ്രദ്ധിക്കണം, ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യും. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹിതമാണ് പ്രാർത്ഥിക്കുന്നത്, അല്ല എന്നാരെങ്കിലും പറയൂ, അല്ലേ? ഐ ഓൾവേസ് പ്രേ മൈ വിൽ, എനിക്കെന്ത് വേണം, എൻ്റെ ആഗ്രഹം എന്താ, അതാണ് ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഞാൻ ഈ പ്രാർത്ഥന വെർബലൈസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പം എൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞരങ്ങിക്കൊണ്ട് എന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ദൈവഹിതപ്രകാരം പക്ഷപാതം. അതിൻ്റെ അർത്ഥം എന്താ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ അതുപോലെ അങ്ങോട്ട് എത്തിക്കത്തില്ല. അതിനെന്ത് ചെയ്യും, ഒന്ന് എഡിറ്റ് ചെയ്ത് വിടും, ഒന്ന് സെൻസർ ചെയ്ത്, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇയാൾ ഇതൊക്കെ എന്തിനാണ് ഇവിടെ വന്ന് സഭയെ പറയുന്നത്, ഞാൻ ഈ ലോകത്തൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. നമ്മൾ എടുത്തു വെച്ച സിനിമയെല്ലാം കൂടെ തിയേറ്ററിൽ കൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല, ഒരു സെൻസർ ബോർഡ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ. നമ്മൾ നമ്മുടെ ആഗ്രഹത്തിൽ ഹിതത്തിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവ് അതിനകത്തിരുന്നുകൊണ്ട് എന്ത് ചെയ്യും, ദൈവഹിതപ്രകാരം അതിനെ ഒന്ന് പുട്ടപ്പ് ചെയ്യും, അതിനെ എന്ത് ചെയ്യും, മോഡിഫൈ ചെയ്ത് ആണ് മുകളിലോട്ട് വിടുന്നത്. എത്ര പേർക്ക് അത് മനസ്സിലായി? നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നമുക്കെപ്പോഴും പ്രാർത്ഥിക്കാനുള്ള നമ്മുടെ ഹിതമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഒരിക്കൽ പണ്ടൊരാൾ ചോദിച്ചു, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ക്രോസ്, കുരിശിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, ദാറ്റ്സ് വേ മൈ വിൽ ആൻഡ് ഗോഡ്സ് വിൽ ക്രോസ്. എന്താണ്, എൻ്റെ ഇഷ്ടവും ദൈവ ഇഷ്ടവും തമ്മിൽ എവിടെയെങ്കിലും വരുമ്പം കൊരുക്കും, അതാണ് എൻ്റെ കുരിശ്, അല്ലേ? പലരും വിചാരിക്കുന്നത് എൻ്റെ ഭാര്യയാണ് എൻ്റെ കുരിശ്, എൻ്റെ രക്ഷിക്കപ്പെടാത്ത ഭർത്താവാണ് എൻ്റെ കുരിശ്. ഒന്നുമല്ല, എൻ്റെ ഒരു ഹിതമാണ് ഞാൻ എപ്പോഴും ഈ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു ഹിതമുണ്ട്, അല്ലേ? ആ ഹിതവും എൻ്റെ ഹിതവും തമ്മിൽ എപ്പോഴും ഒരു ക്രോസ്, അതാണ് കുരിശ്. ഇപ്പം മനസ്സിലായോ? നമ്മുടെ ഹിതം പ്രാർത്ഥിച്ച് എത്ര വെള്ളിയാഴ്ച ഉപദേശിച്ചല്ലേ,
എത്ര വെള്ളിയാഴ്ച ഉപവസിച്ചിട്ട് എത്ര പേരെ കൊണ്ട് പ്രാർത്ഥിച്ചു വിട്ടു. പിന്നെ ഉള്ള പ്രയർ ടവറിലെല്ലാം വിളിച്ചു പറഞ്ഞു. ഒക്കെ ചെയ്തിട്ടും എന്ത് പറ്റുന്നില്ല? ഉത്തരം വരുന്നില്ല. ഞാൻ പറയട്ടെ, നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ പ്രാർത്ഥിച്ചത്, നമ്മുടെ ഹിതമാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് ഞരങ്ങിക്കൊണ്ട് ദൂരെ ഇരുന്നുകൊണ്ടല്ല, എൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് ഞരങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ എൻ്റെ വിഷയം അങ്ങോട്ട് എൻ്റെ ആവശ്യം പറയുമ്പോഴും പരിശുദ്ധാത്മാ പറയും, അവനങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും പിതാവേ, പക്ഷേ നമ്മുടെ ജ്ഞാനത്തിൽ, നമ്മുടെ സോവറിൻ വില്ലനുസരിച്ച് അവൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കരുത്. അതല്ല ആവശ്യം, അല്ലേ? ടെക്സസിലാണെന്ന് തോന്നുന്നു, അമേരിക്കയിലെ ടെക്സസ് സംസ്ഥാനത്ത് പണ്ട് എണ്ണ കണ്ടുപിടിച്ചപ്പോൾ എല്ലാവരും അങ്ങോട്ട് അവനവൻ്റെ പറമ്പ് കുഴിക്കാൻ തുടങ്ങി. കുഴിക്കുന്നവന് എണ്ണ വരിക. എല്ലാവരും ഓവർനൈറ്റ് പണക്കാരായി, എല്ലാവരും മില്യനേഴ്സായി. അതിനകത്തും ഈ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു കുടുംബമേ ഉള്ളായിരുന്നു അവിടെ, ആ ഇട്ടാവട്ടത്തിൽ. അവരും ചെന്നെന്ത് ചെയ്തു? കുഴിച്ചു. അവർ കുഴിച്ചു പറമ്പ് മുഴുവൻ കുഴിച്ചിട്ടേ അല്ലാതെ ഒരു തുള്ളി എണ്ണയില്ല. അവർ നോക്കിയപ്പോൾ വേലിക്ക് അപ്പുറത്തെ എണ്ണ, ഇപ്പുറത്തെ എണ്ണ, മുന്നിലും പുറകിലും ഒക്കെ എല്ലാവരും എണ്ണ. ഇവൻ്റെ വീട്ടിൽ മാത്രം എണ്ണയില്ല. ഞങ്ങൾ ഈ രാവിലെയും പോയിട്ടും ദൈവത്തെ വിളിച്ചിട്ട് നമുക്കൊരു തുള്ളി എണ്ണയില്ല. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ അവർ എണ്ണയുടെ മനസ്സിൽ നിന്ന് അങ്ങ് പോയി. ഒരു 10-20 വർഷം കഴിഞ്ഞപ്പോൾ ഒരു സർവേ നടത്തിയപ്പം ഈ എണ്ണ കിട്ടാത്ത ആ കുടുംബം മാത്രം ദൈവഭക്തിയിൽ മര്യാദയ്ക്ക് അവരുടെ കുടുംബങ്ങളും, മക്കളുടെ കുടുംബങ്ങൾ, കൊച്ചുമക്കളുടെ കുടുംബങ്ങളൊക്കെ മര്യാദയ്ക്ക് പോയി. മറ്റെല്ലാം ഈ പറഞ്ഞ പോലെ നശിച്ചു പോയി. ആ പട്ടണത്തിൽ ഈ ഒരൊറ്റ കുടുംബം മാത്രം ഇന്നും ഭക്തരായി ജീവിക്കുന്നു. മറ്റാരും ദൈവകൃപയിലും ഇല്ല, ദൈവഭാഗത്തും ഇല്ല. കാര്യം എന്താ? എണ്ണ അന്ന് കൊടുത്തിരുന്നെങ്കിലോ? ഇപ്പം മനസ്സിലായോ എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ചിലർക്ക് എണ്ണ തരാത്തതെന്ന്? എണ്ണ തരാത്തതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തോണം, അല്ലേ? ഇന്ന് നമ്മുടെ പ്രശ്നം 20 വർഷം മുമ്പ് എണ്ണ കിട്ടാത്ത സങ്കടത്തിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. എന്നാലും എൻ്റെ ഭാഷറെ 20 വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എന്നിട്ട് ഇതുവരെ എൻ്റെ പറമ്പിൽ മാത്രം എണ്ണ കണ്ടില്ല. എണ്ണ കാണത്തില്ല. കാര്യം പരിശുദ്ധാത്മാവ് പറഞ്ഞ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. കാര്യം ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്ത് എന്തിനാ? ഇവൻ എണ്ണ കൊടുക്കാതിരിക്കാൻ വേണ്ടി. മനസ്സിലായോ? അല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലിരുന്നോട് ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യും. ആ പദം ഒന്ന് ശ്രദ്ധിച്ചോണ്ട്. ദൈവഹിതപ്രകാരമേ പരിശുദ്ധാത്മാവ് പക്ഷപാതം ചെയ്യത്തുള്ളൂ. ഹി വിൽ ഓൺലി ഇന്റർസീഡ് അക്കോർഡിംഗ് ടു ഗോഡ്സ് വിൽ, നോട്ട് മൈ വിൽ. അവിടെ പദം ശ്രദ്ധിക്കണം. ശരി, അടുത്തത് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. കേട്ടോ, എൻ്റെ ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് എൻ്റെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ. ഞാൻ ഈ വലിയ നല്ല പിള്ളയായിട്ട് പ്രാർത്ഥിക്കുമ്പോഴേ എൻ്റെ ഹൃദയത്തിൽ എന്തുകൊണ്ടാണിത് പ്രാർത്ഥിക്കുന്നുള്ള ആർക്കറിയാം? ദൈവത്തിനറിയാം, അല്ലേ? എല്ലാത്തിനും നമുക്കൊരു ന്യായമുണ്ട്. പണ്ടൊരു വിശ്വാസി ലോട്ടറി എടുത്ത്, നിങ്ങൾ ലോട്ടറി എടുക്കുന്നോ? എനിക്കിത് അടിച്ചിട്ട് വേണം കുറേ മിഷണറിമാരെ സഹായിക്കാൻ. അതിനും ന്യായമുണ്ട്, അല്ലേ? ലോട്ടറി എടുക്കുന്നതിനും ന്യായമുണ്ട്. എല്ലാത്തിനും നമുക്ക് ന്യായമുണ്ട്, അല്ലേ? ലോട്ടറി എടുത്ത് അടിച്ചൊന്നും ആരെയും സഹായിക്കേണ്ട പ്രിയപ്പെട്ടവരെ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലെ ചിന്ത എന്താണെന്നൊക്കെ അറിയാമെന്ന്. ഇനി അടുത്ത വാക്യം, അതാണ് നമ്മൾ എപ്പോഴും കോട്ട് ചെയ്യുന്നൊരു വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇത് നമ്മൾ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുന്നൊരു വാക്യമാണ്. സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ എടുത്ത് കൂട്ടി എല്ലാം ദൈവം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കും. സിസ്റ്ററെ, ഇങ്ങനൊരു വാക്യമില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഉപദേശിച്ചവർ പെട്ടുപോകാൻ. ചില സാഹചര്യങ്ങളിലൊക്കെ ചെല്ലുമ്പം അവിടെ എന്ത് പറയണമെന്നറിയാതെ പെട്ടുപോയിട്ടുണ്ട്. അവിടെയൊക്കെ സത്യം പറഞ്ഞ് എന്നെ ഒത്തിരി രക്ഷിച്ചിട്ടുള്ള ഈ വാക്യമാണ്. ഞാൻ കുറേ നേരമൊക്കെ ഉണ്ടായിരുന്നിട്ട് ഒരു വാക്യം ബൈബിളിൽ ഇങ്ങനെയാണ്, എന്തോന്ന്, ദൈവം എല്ലാം നന്മയ്ക്കായിട്ടാണ് തന്നെ. അങ്ങനെ ആ വാക്യം പറഞ്ഞാണ് പലയിടത്തും രക്ഷപ്പെടുന്നത്. പക്ഷേ അങ്ങനല്ല. ഈ കോണ്ടെക്സ്റ്റ് വായിച്ചു വരുമ്പോൾ ഒരു കാര്യം മനസ്സിലായി. എൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവനായതുകൊണ്ടും ഞാൻ വിളിക്കപ്പെട്ടവനായതുകൊണ്ടും എൻ്റെ ജീവിതത്തിൽ സകലതും നന്മയ്ക്കായി. ഇപ്പം മനസ്സിലായോ? ആ കോണ്ടെക്സ്റ്റ് മൊത്തം വായിക്കണം, അല്ലേ? അപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നന്മയ്ക്കായിട്ടാണ്. ഇപ്പോഴും നന്മയ്ക്കായിട്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്തോ ഒരു കുറവുണ്ട് നമുക്ക്, അല്ലേ? അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഉത്തരം വന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നന്മ, അല്ലേ? നമ്മുടെ നന്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നന്മ വരുന്നില്ല.
പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ചില നന്മ നമ്മൾ പറയുന്ന പോലെ വരുന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവിന് തെറ്റ് വരുന്നില്ല. പരിശുദ്ധാത്മാവ് ശരിയായ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഒറ്റ പ്രശ്നം, ഞാനും ശരിയായ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പഠിക്കണം. ഇന്ന് നമ്മുടെ പ്രശ്നം, വി സംടൈംസ് റിപ്പീറ്റ് ദ റോങ് പ്രേയേഴ്സ് അഗൈൻ ആൻഡ് അഗൈൻ അഗൈൻ ആൻഡ് അഗൈൻ ഈവൻ ഫോർ ഇയേഴ്സ്. വർഷങ്ങൾ തെറ്റായ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ചിലപ്പോൾ ദൈവം പറയും, മോനെ അതല്ല എനിക്ക് നിന്നെക്കുറിച്ചുള്ള ഹിതം, മോളെ അതല്ല എനിക്ക് നിന്നെക്കുറിച്ചുള്ള ഹിതം, നീ അത് നിർത്ത്. പക്ഷേ നമ്മൾ തല്ലിക്കൊന്നാൻ നിർത്തത്തില്ല. പലപ്പോഴും നമ്മുടെ പ്രശ്നം അത് നിർത്താത്തതിന് കാരണം നമുക്ക് പല കാരണങ്ങളായിരിക്കും. ഞാൻ അതിലേക്ക് പോകുന്നില്ല, നമ്മൾ ആരെയും കുറ്റം പറയണ്ട. പക്ഷേ ഒന്നോർക്കണം, നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കണമെങ്കിൽ ഇനി ഇവിടെ അപ്പം താഴേന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് ഞരങ്ങിക്കൊണ്ടു പക്ഷപാതം ചെയ്യുന്നു. എബ്രായർ 7-ാം അധ്യായത്തിലേക്ക് വന്നേ. ഹീബ്രൂസ് ചാപ്റ്റർ 7:25. എബ്രായർ 7:25. എബ്രായർ 7-ാം അധ്യായം 25-ാം വാക്യം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഈ പദവും കൂടെ ഒന്ന് ദയവായി മനസ്സിലാക്കി നിങ്ങളുടെ ഉള്ളിലേക്ക് ഇതൊന്ന് ഏറ്റെടുക്കുക. ഐ വാണ്ട് എവ്രിവൺ ടു ട്രൂലി അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദിസ് വേർഡ്സ്. എന്താണെന്നറിയാമോ? അത് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക്. നമ്മളെല്ലാം ദൈവത്തോട് അടുക്കാൻ വന്നത് താൻ മുഖാന്തരം. ഏതായി താൻ? യേശു. യേശുവിലൂടെ അല്ലാതെ, അല്ലേ, ദർ ഇസ് നോ അതർ മീഡിയേറ്റർ. യേശു അല്ലാതെ മറ്റൊരു മധ്യസ്ഥൻ ഇല്ല. എൻ്റെ അർത്ഥം ഈ യേശു മുഖാന്തരമാണ് നമ്മുടെ പിതാവിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിലാണ് കൂടി വന്നിരിക്കുന്നത്. ആരെ ആരാധിക്കാനാണ് വന്നത്? പിതാവിനെ ആരാധിക്കുവാൻ. ആരോട് പ്രാർത്ഥിക്കാനാ? പിതാവിനോട് പ്രാർത്ഥിക്കാൻ, അല്ലേ? വി ആർ ഓൾ കം ടു ദ ഫാദർ. ആക്ച്വലി ദൈവസന്നിധിയിലേക്ക് നമ്മൾ വന്നത് ആരുടെ നാമത്തിലാണ് വന്നത്? ആരിലൂടെയാണ് വന്നത്? ആര് മുഖാന്തരമാണ് വന്നത്? യേശുവിലൂടെ. അങ്ങനെ യേശു മുഖാന്തരം അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ ആരാ? ഈ യേശു കർത്താവ് സദാ ജീവിക്കും. 24/7. അല്ലേ? നമ്മൾ ആലോചിക്കും, ഈ ഹൈക്കോടതിക്കൊക്കെ ഇപ്പോൾ എന്തായിരുന്നു? വെക്കേഷനായിരുന്നല്ലേ? വെക്കേഷൻ സമയത്ത് ഹൈക്കോടതി പൂട്ടിയിടും. അതല്ലേ, രാത്രി പാതിരാത്രിക്കുണ്ട്, വല്ല എമർജൻസി ആണെങ്കിൽ ചിലപ്പം വക്കീലിൻ്റെ വല്ല ജഡ്ജിയുടെ വീട്ടിൽ പോകും. എന്നാലും 24/7 ഇല്ല. പക്ഷേ സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് അവിടെ നോക്കിയേ 24/7 ഡ്യൂട്ടിയിലൊരാളുണ്ട്. അതാരാ? എൻ്റെ യേശു കർത്താവ് സദാ പക്ഷപാതം ചെയ്യുവാൻ അവിടെ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ. എൻ്റെ അർത്ഥം എൻ്റെ രക്ഷയുടെ കംപ്ലീറ്റ്നെസ് വരുത്തുവാൻ എൻ്റെ യേശുവിന് മനസ്സുണ്ട്. കാര്യം എന്താ? പിതാവിൻ്റെ വലതുഭാഗത്ത് എൻ്റെ യേശു നിൽക്കുന്നത് തന്നെ. ഇപ്പം നമ്മളെ യേശു മുഖാന്തരമാണല്ലോ പിതാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. അതിന് സഹായമായത് പരിശുദ്ധാത്മാവാണ്. പക്ഷേ യേശുവിൽ വിശ്വസിച്ച് നമ്മൾ യേശുവിൽ വിശ്വാസം വെച്ച് മുന്നോട്ട് പോകുമ്പം യേശു ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ തുടങ്ങി. എന്താണ്? നമ്മളിലൊരു നല്ല പ്രവൃത്തി തുടങ്ങിയെങ്കിൽ അവൻ എന്തു ചെയ്യും? ക്രിസ്തുവിൻ്റെ നാളോളം ആ വിളിച്ച യേശു എന്തു ചെയ്യും? തികയ്ക്കും. നോട്ട് ഓൺലി ഹീ ഈസ് ദ ഓഥർ ഓഫ് മൈ ഫെയ്ത്ത്, ഹീ ഈസ് ദ ഫിനിഷർ ഓഫ് മൈ ഫെയ്ത്ത്. തുടങ്ങിയിട്ടങ്ങ് പോവുകയല്ല, തുടങ്ങിയത് അവസാനം വരെ എത്തിക്കും. എന്നെ രക്ഷിച്ച് തുടങ്ങിയെങ്കിൽ ആ രക്ഷ കംപ്ലീറ്റ് ചെയ്യുന്നത് യേശുവാണെന്ന് ഓർക്കണം, അല്ലേ? അതുവരെയും പിതാവിൻ്റെ വലതുഭാഗത്ത് നിന്ന് എനിക്ക് വേണ്ടി നിരന്തരം പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. അതിലെത്ര പേർക്ക് സന്തോഷമുണ്ട്? ഐ മീൻ ഇഫ് ഹാപ്പി ദാറ്റ് വി ഹാവ് എ ഹൈ പ്രീസ്റ്റ്, അല്ലേ? അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, താഴേന്നൊരു കേസ് ഫയല്, എന്താണ് പറയുന്നത്, വക്കീലന്മാരുടെ ഭാഷ എന്തോ പറയുന്നത്, വക്കാലത്തല്ലേ, താഴേന്നൊരു നീണ്ട പച്ച പേപ്പർ മടക്കി ഒപ്പിട്ട് കൊടുത്താൽ അത് നേരിട്ട് അങ്ങ് കൊണ്ടുപോയി പിതാവിൻ്റെ നീതിയുള്ള ന്യായാധിപതിയായ പിതാവിൻ്റെ അടുത്ത് കൊടുക്കുന്ന അവിടെ ആരാ? എൻ്റെ ഒരു അറ്റേണി, എൻ്റെ ഒരു അഡ്വക്കേറ്റ്, എൻ്റെ ഒരു ഇൻ്റർസെസർ, എൻ്റെ ഒരു ഹൈ പ്രീസ്റ്റ് അവിടെയുണ്ട്. ആരാണ്? എനിക്ക് വേണ്ടി അവിടെ നേരിട്ട് ഹാജരായി കൊടുക്കും. ഇനി ഞാൻ ചോദിച്ചോട്ട് പ്രിയപ്പെട്ടവരെ, ഇതുപോലൊരു പ്രിവിലേജ് വേറെ ആർക്കാ ഉള്ളത്? ഐ ഹാവ് സമ്മൺ തൃത്വത്തിൽ ഒരുവനായ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തൃത്വത്തിൽ രണ്ടാമനായ യേശു ക്രിസ്തു പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ രണ്ട് സഹായം നമുക്കുള്ളപ്പം പിന്നെ നമുക്കാണ് പ്രാർത്ഥിക്കാൻ ഇവിടെ മടി. അവിടെയാണ് പ്രശ്നം, അല്ലേ? They both are doing their part. But my question is, why aren't we praying? ഇവർ രണ്ടുപേരും അവരുടെ ജോലി ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കിടന്ന് ഉറങ്ങാനല്ല. പണ്ടൊരിക്കൽ നൈറ്റ് ഡ്യൂട്ടിയിലൊരു മത്തായി ചേട്ടൻ പോയി രാത്രി വയലിലാണ്, പുള്ളിക്ക് ഒരു ഏറുമാടമോ കെട്ടി അവിടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ രാത്രിയാണ് ഡ്യൂട്ടി, നൈറ്റ് ഡ്യൂട്ടി എന്നും.
ഒരു ദിവസം ചെന്നപ്പോൾ ഭയങ്കര ക്ഷീണം, ഉറക്കം വരുന്നത്. അപ്പം പുള്ളി ഉറക്കം വരുമ്പോൾ എന്ത് ചെയ്ത് ഇപ്പോഴൊക്കെ കത്തിച്ച് വെച്ച് ബൈബിൾ തുറന്ന് വെച്ച് വായിക്കും. ബൈബിൾ തുറന്ന് വെച്ച് വായിച്ചിട്ട് ഉറക്കം കൂടുന്നു. അപ്പോൾ അവസാനം വായിച്ച് വാക്യം ഏതാ? ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുകയില്ല മയങ്ങുകയില്ല. അപ്പം പുള്ളി പറഞ്ഞു, കർത്താവേ, നമ്മൾ രണ്ടുപേരും കൂടെ ഉണർന്നിരുന്നിട്ട് കാര്യമില്ല, എന്തുവായാലും നീ ഉറങ്ങുന്ന ലക്ഷണമൊന്നുമില്ല അല്ലേ, മയങ്ങത്തുമില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മാത്തനിതാ, ഇതാ നമ്മുടെയും പ്രശ്നം. നമ്മൾ നോക്കിയപ്പോൾ എന്തായാലും അകത്തിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു, പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് എൻ്റെ കർത്താവും ഉണ്ട്, പിന്നെ ഞാനിതാ. ഇതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുന്നത് എന്ന് നമ്മളൊന്ന് ചോദിക്കുന്നോളാം. ഇങ്ങനെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലിരുന്നുകൊണ്ടും യേശു പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്നുകൊണ്ടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് അവിടെയാണ് എഫേസ്യ ലേഖനത്തിൽ 3:20 പൗലോസ് പറയുന്നൊരു കാര്യം, അതിൻ്റെ അർത്ഥം ഒന്നുകൂടെ നമുക്ക് മനസ്സിലാകാൻ പറ്റും. എഫീഷ്യൻസ് 3:20, എഫേസ്യ ലേഖനം 3:20. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഈ വാക്യവും നമ്മൾ പലപ്പോഴും കട്ട് ആൻഡ് പേസ്റ്റ് ആണ്. എന്താണ്? ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി, അല്ലേ? നമ്മൾ ആൾക്കാരെ ഇളക്കാൻ പറ്റിയൊരു വാക്ക്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. എന്തോന്ന് ആ വാക്യം മൊത്തം വായിക്കല്ലേ? എന്താ എഴുതിയിരിക്കുന്നത്? അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. അതിൻ്റെ അർത്ഥം, when I pray the right prayer, എന്തുവാ? Interceded by the Holy Spirit inside of me according to the will of God. And when the same prayer reaches up to heaven, Jesus himself as an attorney takes it to the Father. ആലോചിച്ച് നോക്കിയേ, ഇതുപോലത്തെ ഒരു വക്കീലുണ്ടോ? സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നില്ലല്ലേ? എത്ര രൂപയാണ് ഫീസ്? അവിടെയുള്ള വലിയ വലിയ പേര് കേട്ട വക്കീലന്മാർക്ക് ഒരു മണിക്കൂറിന് എത്ര ലക്ഷമാണ്? നിങ്ങൾ എത്ര ലക്ഷം കൊടുത്തു ഈ വക്കീലിന്? ആ വക്കീൽ വന്ന് അപ്പിയർ ചെയ്തിട്ട് പോകും, അത്രയേ ഉള്ളൂ. ഈ വക്കീൽ സദാ പക്ഷപാതം ചെയ്യുന്നു, സദാ ജീവിച്ചിരുന്ന് പക്ഷപാതം ചെയ്യുന്നു. ആരുടെ മുമ്പിൽ? പിതാവിൻ്റെ മുമ്പിൽ. നിങ്ങൾ എന്തെങ്കിലും ഫീസ് കൊടുത്തോ? ഇല്ല. നമുക്ക് ഈ സൗജന്യ സേവനം, അല്ലേ, സൗജന്യ നിയമസഹായം, അല്ലേ, നമുക്ക് ഈ സൗജന്യ സേവനം ഇവിടെ കൃത്യമായിട്ട് ഇത് പുട്ടപ്പ് ചെയ്ത് നേരെ അവിടെ ജഡ്ജിയുടെ മുമ്പിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അതപ്പം തന്നെ ക്ലിയർ ചെയ്ത് നമുക്ക് വേണ്ടി വാദിക്കുകയാണ്. ഇങ്ങനൊരു പ്രിവിലേജ്, ഇതുപോലൊരു പദവി ദൈവമക്കൾക്കല്ലാതെ ആർക്കാണ് ഉള്ളത്, പ്രിയപ്പെട്ടവരെ, അല്ലേ? അപ്പം എന്നിട്ടും നമുക്ക് ഈ പറഞ്ഞാൽ ഉത്തരം വരുന്നില്ല എങ്കിൽ, are you discouraged by your unanswered prayer or delayed answers? ഒരു പക്ഷേ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾ ഇപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അതോ ഉത്തരം വരാൻ വൈകുന്നതിൽ നിങ്ങൾ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? രണ്ടാണെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ഒന്നല്ല 2 കാരണമുണ്ട്. 66 സങ്കീർത്തനം 18 വാക്യം വായിച്ചിട്ട് ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. Psalm 66 verse 18. 66 സങ്കീർത്തനം 18 വാക്യം. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ല. അപ്പോൾ ഈ പ്രാർത്ഥിക്കുമ്പം ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യണം. എന്താണ്? ഹൃദയത്തിൽ അകൃത്യം കരുതരുത്. ഹൃദയത്തിൽ അകൃത്യം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കത്തേയില്ല. ഓർത്തോണം. ഇനി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തോണം, ഈ പ്രാർത്ഥന കേൾക്കാതെ വണ്ണം എന്തെങ്കിലും എൻ്റെ ഹൃദയത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് വേണം പ്രാർത്ഥിക്കാൻ. ഈ അകൃത്യം വെച്ചുകൊണ്ട് എത്ര പ്രാർത്ഥിച്ചാലും, എത്ര ഉപവസിച്ചാലും, എത്ര പേരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാലും ഈ പ്രാർത്ഥന കർത്താവ് കേൾക്കത്തില്ല. ഇത് ഞാനല്ല പറയുന്നത്, ദൈവവചനമാണ് പറയുന്നത്. ഹൃദയത്തിൽ അകൃത്യം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത്, പ്രിയപ്പെട്ടവരെ. അടുത്തത് സദൃശവാക്യം 28 അധ്യായം 9 വാക്യം. Proverbs chapter 28 verse 9. സദൃശവാക്യം. പ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകും. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു. അതിൻ്റെ അർത്ഥം, ഈ വചനം അനുസരിക്കാതെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ മുഖം ആരെങ്കിലും ഒന്ന് അഭിനയിച്ച് കാണിക്കാമോ?
ദൈവത്തിന് വെറുപ്പാണ്. നേരത്തെ കേൾക്കത്തില്ല എന്നേ പറഞ്ഞല്ലോ, ഇപ്പം എന്താണ്? വെറുപ്പ്. ഇങ്ങോട്ട് വന്നു പോരുത് ഇനി ഈ പ്രാർത്ഥനയും കൊണ്ട്, അല്ലേ? എനിക്ക് വെറുപ്പാണ്, എനിക്ക് അറപ്പാണ് നിൻ്റെ പ്രാർത്ഥന. ഇത് പ്രാർത്ഥനയല്ലേ? അതെ, പിന്നെന്താ പ്രാർത്ഥന കേൾക്കാൻ പ്രശ്നം? ഈ വചനത്തിലുള്ളത് അനുസരിക്കാതെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന എൻ്റെ ദൈവത്തിന് വെറുപ്പ്. എത്ര പേർക്ക് മനസ്സിലായി? പാപികളുടെ പ്രാർത്ഥന കേൾക്കും. ഏത് പ്രാർത്ഥന? ആദ്യത്തെ പ്രാർത്ഥന, ഞാനൊരു പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന കേൾക്കും. പക്ഷെ നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ട് വീണ്ടും 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 കണ്ടിന്യൂസ് ആയിട്ട് പാപം ചെയ്തുകൊണ്ടിരുന്നാൽ ആ പ്രാർത്ഥന പിന്നെ കേൾക്കുന്നില്ല എന്ന് ഓർക്കണം. ഈ വചനം വായിച്ചു അല്ലെങ്കിൽ കേട്ട് 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 നമ്മുടെ തലയ്ക്കകത്ത് ഇതെല്ലാം അറിവായി. പക്ഷേ ഈ വചനത്തിൽ പറയുന്നത് നമ്മൾ അനുസരിക്കുന്നില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും കർത്താവിന് അറപ്പായിട്ട് വരും. പ്രിയപ്പെട്ടവരെ, ഞാനീ പറയുന്ന വചനത്തിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? വൈ അൺആൻസേർഡ് പ്രേയേഴ്സ് ഇൻ അവർ ലൈഫ്സ്? വൈ ഡിലേ ഫോർ ആൻസേഴ്സ്? എന്തുകൊണ്ട് നമുക്ക് പല പ്രാർത്ഥനയ്ക്കും ഇതുവരെ ഉത്തരം ലഭിച്ചില്ല? എന്തുകൊണ്ട് പല പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരാൻ വൈകുന്നു? 2 കാരണം. 1, എൻ്റെ ഹൃദയത്തിൽ അകൃത്യമുണ്ട്. 2, അവൻ്റെ വചനം എവിടെയോ ഞാൻ അനുസരിക്കാൻ വിട്ടുപോയിരിക്കുന്നു. ഈ വചനം അനുസരിക്കാതെയും എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അപ്പം നിങ്ങൾ എന്തുവാ ഇത്ര വലിയ വചനം ഇതിനകത്ത്? അന്യോന്യം സ്നേഹിപ്പീൻ. സിമ്പിൾ. അന്യോന്യം ക്ഷമിക്കുവീൻ, അല്ലേ? നമ്മളെ കൊണ്ട് ഇതാ പറ്റാത്തത്. നമുക്ക് ക്ഷമിക്കാനും പറ്റത്തില്ല, ഈ പറഞ്ഞാൽ സ്നേഹിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ടെന്താ? ആ വചനം അനുസരിക്കാതെ ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കും തോറും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരത്തില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ മോഹം കണ്ട തുടങ്ങി വന്നപ്പോഴൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇന്നൊരു എന്തെങ്കിലുമൊക്കെ ദൈവം സംസാരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇയാൾ അവസാനം ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പം നമുക്കിങ്ങോട്ടേ പോകാൻ പറ്റും. ഇതാണ് നമുക്ക് ദൈവം എഴുതി തന്നിരിക്കുന്ന ദൈവം മാറ്റമില്ലാത്ത വചനം. ഹൃദയത്തിൽ അകൃത്യം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത്. ദൈവവചനം അനുസരിക്കാതെ അല്ലെങ്കിൽ ദൈവവചനത്തോട് അനുസരണക്കേട് കാട്ടിയിട്ട് പ്രാർത്ഥിക്കരുത്. ഇന്ന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ശോധന ചെയ്യാം. എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് എനിക്കൊരു അനുസരണക്കേടുള്ളത്? എവിടെയാണ് എൻ്റെ ഹൃദയത്തിൽ ഞാനൊരു അകൃത്യം വെച്ചിരിക്കുന്നത്? ഇത് 2 നീക്കിക്കളഞ്ഞേ പറ്റൂ. 1 ഞാൻ നീക്കിക്കളയണം, മറ്റത് I have to choose to obey the word of God. ഈ വചനം അനുസരിക്കാൻ ഞാൻ തീരുമാനമെടുക്കണം. കൂടുതലൊന്നും ഞാൻ മുന്നോട്ട് പറയുന്നില്ല പ്രിയപ്പെട്ടവരെ. എന്തിനാണ് നമ്മൾ ഒരുപാട് പറയുന്നത്? ദൈവശ്രദ്ധയിൽ വരുമ്പം ഒരു വാക്യമുണ്ട്. എവിടെയാണെന്നറിയാമോ? സഭാപ്രസംഗിലൊരു വാക്യമുണ്ട്. നീ യാഗം കഴിക്കാൻ വരുമ്പോൾ നിൻ്റെ വാക്ക് എന്തായിരിക്കണം? വളരെ കുറച്ചു മതി, നീ ഒരുപാടൊന്നും കയറി പറയണ്ട. അങ്ങനെ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. സഭാപ്രസംഗി 5-ാം അധ്യായം, എക്ലീസിയാസ്റ്റിസ് ചാപ്റ്റർ 5 വേഴ്സ് 1 and 2. ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ, സഭാപ്രസംഗി 5:1-2. അതെ, വായിച്ചാട്ടെ. ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ, പഴയ നിയമത്തിലാണ് ഈ ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കണം. ഇന്നാണ് ദേവാലയത്തിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ചെരുപ്പ് സൂക്ഷിക്കണമെന്ന്. പക്ഷെ ബൈബിളിൽ പറയുന്നത് ചെരുപ്പ് സൂക്ഷിക്കണമെന്നല്ല, കാല് സൂക്ഷിക്കണം. എന്താണ്? മൂഢന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്ത് ചെന്ന് കേൾക്കുന്നത് നല്ലത്. ഈ മൂഢന്മാരെല്ലാം കൂടെ എന്ത് വന്ന് ചെയ്യുന്നത്? യാഗം അർപ്പിക്കും. പക്ഷെ ഇന്നത്തെ കോണ്ടെക്സ്റ്റ് എന്തോ അത്? ഇന്നത്തെ കോണ്ടെക്സ്റ്റ് എന്തോ? യാഗം. ഇവിടെ കണ്ട യാഗപീഠം ഉണ്ടോ? ഇല്ല. ഇന്നൊക്കെ എന്താണ്? വി ബ്രിങ് സാക്രിഫൈസ് ഓഫ് പ്രൈസ്. അതിൻ്റെ അർത്ഥം ആരാധിക്കുന്നു. ഓക്കെ, എല്ലാവരും കൂടെ വന്ന് ഇങ്ങ് കുറേ ആരാധിക്കുന്നതിനെക്കാട്ടിലും അടുത്തത് അടുത്ത് ചെന്ന് കേൾക്കുന്നത് നല്ലത്. ചോദ്യം, നിങ്ങൾ ഈ ആരാധിക്കാനാണോ വരുന്നത്, വചനം കേൾക്കാനാണോ വരുന്നത്? ഒരുപാട് സഭകളിൽ എല്ലാവരും കൂടെ വന്ന് കിടന്നങ്ങ് ആരാധിക്കുക. പക്ഷേ അടുത്ത് ചെന്ന് ഈ ദൈവം പറഞ്ഞത് എന്തെന്ന് കേൾക്കാൻ ആരും ഇല്ല. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാം അടുത്ത് വന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുക. ഇന്ന് നമ്മൾ ദൈവവചനം കേട്ടു. നമ്മൾ ഒരുപാട് ഇവിടെ ബഹളം വെച്ചില്ല. കാര്യം നമ്മൾ ഈ ബഹളമെല്ലാം വെച്ച് സന്തോഷിച്ച് അങ്ങ് ആശ്വസിച്ച് അങ്ങ് പോയി ആരാധിച്ചു. പക്ഷെ അങ്ങനെ ആരാധിച്ചിട്ട് പോകുന്നവരെ പറ്റി, അങ്ങനെ യാഗം അർപ്പിച്ചിട്ട് പോകുന്നവരെ പറ്റി അവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഞാൻ പറയുന്നില്ല, ഒന്ന് വായിച്ചേര്. മൂഢന്മാർ. ഇന്നത്തെ പുതിയ വാക്യം പറഞ്ഞാൽ ആരാധിക്കുന്ന മണ്ടനെക്കാട്ടിലും വചനം കേട്ടനുസരിക്കുന്ന ബുദ്ധിമാനെയാണ് ദൈവം സ്നേഹിക്കുന്നത്.
നിങ്ങളിതിൽ ഏത് കൂട്ടത്തിലാണ്? മൂഢനെന്ന് ദൈവം നമ്മളെ വിളിക്കുമോ, അതോ ഒരു ജ്ഞാനിയായ മനുഷ്യൻ? എന്താണ്? അവൻ എൻ്റെ വചനം കൈക്കൊണ്ട് ഈ വചനം അനുസരിക്കുന്നവനാണ്. അടുത്ത വാക്യം, പരിജ്ഞാനമില്ലായ്കയാലല്ലോ അവർ ദോഷം ചെയ്യുന്നു. കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അവർക്ക് ഈ യാഗം മാത്രം കഴിച്ചാൽ മതി, പക്ഷേ ഇത് അനുസരിക്കണമെന്ന് അറിയത്തില്ല, ആ പരിജ്ഞാനം ഇല്ല. ഇന്ന് ലോകത്ത് നോക്കിയാൽ അറിയാം, എത്ര ക്രിസ്ത്യാനികൾ തന്നെയാണ് ഇതനുസരിക്കുന്നില്ല അല്ലേ? അവരനുസരിക്കുന്നില്ല, അവർക്ക് പരിജ്ഞാനമില്ല. സിമ്പിൾ അല്ലേ? പരിജ്ഞാനമില്ല. അവർക്ക് ആരും ഒരു പക്ഷേ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇന്ന് എത്രയോ കോടിക്കണക്കിന് നല്ലവണ്ണം, നിങ്ങളുടെ കണക്ക് നല്ലവണ്ണം ജീവിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്, പക്ഷെ അവർക്ക് ഈ വചനം അനുസരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. കാര്യം എന്താ? പരിജ്ഞാനം അവർക്കില്ല അല്ലേ? ഇന്ന് നമുക്ക് ദൈവം പരിജ്ഞാനം തന്നെങ്കിൽ, അടുത്ത വാക്യം, 2-ാം വാക്യം, അതിവേഗത്തിൽ ഒന്നും പറയരുത്. ദൈവസന്നിധിയിൽ ഒരു വാക്കുച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബദ്ധപ്പെടരുത്. ദൈവസന്നിധി വന്ന് നീ അങ്ങ് എന്തെങ്കിലും പറയാൻ ബന്ധപ്പെടരുത്. അടുത്തത്, ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ, ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. നിന്റെ വാക്ക്, ഇംഗ്ലീഷിൽ ലെറ്റ് യുവർ വേർഡ്സ് ബി ഫ്യൂ. ഞാനും എൻ്റെ വാക്ക് നിർത്തുക. ഇനി ഇത് വായിച്ചിട്ട് ഇനി എന്തോ പറയാനാ? ലെറ്റ് അവർ വേർഡ്സ് ബി ഫ്യൂ. നമ്മുടെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. എൻ്റെ അർത്ഥം അങ്ങോട്ട് പറയുന്നതല്ല, ഇങ്ങോട്ട് കേൾക്കണം. പ്രാർത്ഥനയിൽ അങ്ങോട്ട് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, ഇങ്ങോട്ട് ദൈവം പറയുന്നതും കൂടെ കേൾക്കണം. ഇന്ന് ഈ ഉച്ച സമയത്ത് നമുക്കൊരു തീരുമാനം എടുക്കാം. ലോർഡ്, താങ്ക് യു ഫോർ യുവർ ഹോളി സ്പിരിറ്റ് which is groaning inside of me according to the will of God. ദൈവഹിതപ്രകാരം എൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് ഞരങ്ങി എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന പരിശുദ്ധാത്മാവിനായിട്ട് സ്തോത്രം. 2, എനിക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുവാൻ പിതാവിൻ്റെ വലതുഭാഗത്ത് കർത്താവേ തമ്പുരാനെ അങ്ങുള്ളതിനായിട്ട് സ്തോത്രം. ഇനി ആര് വേണം? ഇനി ഏത് പാസ്റ്റർ വേണം? ഏത് പ്രവാചകൻ വേണം? ഏത് സഹോദരി വേണം? ഏത് സഹോദരൻ വേണം പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് വേണ്ടി? അവരൊക്കെ ഉള്ളതിനായിട്ട് സ്തോത്രം. പക്ഷേ അവരുടെയൊക്കെ പ്രാർത്ഥനയെക്കാട്ടിലും എഫക്റ്റീവ് the right prayer which the Holy Spirit is praying inside of you, and the right intercession which Jesus himself is doing at the right hand of the Father. ഞരങ്ങി ഞങ്ങളിൻ പേർക്കായി ഇരന്നിടുന്നവനെ, ഞരങ്ങി ഞങ്ങളിൻ പേർക്കായി ഇരന്നിടുന്നവനെ, വരികിന്നി അടിയാരിൽ ചൊരിക നിൻ വരങ്ങൾ, വരിക അടിയാരിൽ ചൊരിക. എത്ര പേര് ആ പാട്ടിലെ വരികൾ, ആ ഭക്തനായ മനുഷ്യൻ ഇത് നന്നായിട്ട് എഴുതിയിരിക്കുന്നത്. ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക. പരനെ തിരുമുമ്പിൽ വരുന്ന ഈ സമയത്ത് ശരിയായിട്ടൊന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് തരണേ. നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചും പ്രാർത്ഥനാരാഹിത്യത്തെക്കുറിച്ചാണ് കേട്ടത്. അങ്ങനെയാണ് നമുക്ക് എന്താ പ്രാർത്ഥിക്കേണ്ടത്? ലോർഡ് ഹെൽപ്പ് മീ ടു പ്രേ എന്നുമല്ല, ഹെൽപ്പ് മീ ടു പ്രേ റൈറ്റ്ലി. ശരിയായി പ്രാർത്ഥിക്കുവാൻ. 100 വർഷം മുമ്പ് എഴുതിയ ഭക്തൻ എഴുതിക്കുന്നത് ശരിയായി പ്രാർത്ഥിക്കുവാൻ. ഇന്നും നമ്മളെ ദൈവം ഓർപ്പിച്ചെന്താ? ശരിയായിട്ടുള്ള പ്രാർത്ഥന എന്താണെന്നാ. പ്രാർത്ഥിക്കണമെന്നല്ല ഇവിടെ പറഞ്ഞത്, ശരിയായിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണം. എത്ര പേര് പ്രാർത്ഥിക്കും? ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.